നമസ്കാരം, ഞാൻ വി ബി ഉണ്ണിത്താൻ. രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു വിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഓരോ വീട്ടിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. നമ്മൾ പറയാറില്ലേ, ഇവിടെ വന്ന് ഈ വീട്ടിൽ താമസമായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ സ്വഭാവം ആകെ മാറി, അല്ലെ കുട്ടികളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളുണ്ട്, അവർ പഴയ കൂട്ടല്ല, അവരെന്തൊക്കെയോ വലിയ മാറ്റങ്ങൾ കാണുന്നു, നമ്മൾ ആലോചിക്കാത്ത രീതിയിൽ അവർ മാറിപ്പോകുന്നു, ഭാര്യയുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായി, അല്ലെ ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായി, കുട്ടികളുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായി, ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായി. ആക്ച്വലി എന്താണ് ഇത് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ്? ചിലർ പറയാറുണ്ട്, ഈ വീട്ടിൽ വരുന്നതിനും ഈ സ്വഭാവമൊന്നും ഇല്ലായിരുന്നല്ലോ. ചിലർ പറയും, മുമ്പ് ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ കണ്ടു തുടങ്ങിയത്, അല്ലെങ്കിൽ ഈ വീട് വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ കണ്ടു തുടങ്ങിയത്. എന്താണ് അങ്ങനെ നമ്മുടെ വ്യക്തികളിലെ സ്വഭാവം, കുടുംബാംഗങ്ങളുടെ സ്വഭാവം മാറ്റുന്നതിൽ വീടിന് വലിയ പങ്കുണ്ട്. അതേപ്പറ്റിയാണ് ഇന്ന് പറയുന്നത്. എല്ലാ വീട്ടിലെയും സ്ഥിതി ഒരുപോലെയല്ല. അതെന്തുകൊണ്ടാണ്? അത് വ്യക്തികളുടെ ഒരു ബേസിക് ക്യാരക്ടർ കൊണ്ട് മാത്രമല്ല. വ്യക്തികളുടെ ബേസിക് സ്വഭാവം ആക്ച്വലി എല്ലാ വ്യക്തികളുടെയും ഉള്ളിൽ നന്നായി പോകണം, നല്ല സ്വഭാവം വേണം എന്നൊക്കെയാണ് എല്ലാ വ്യക്തികളുടെയും ഉള്ളിലുള്ളത്. ഒരാളും ചിന്തിക്കില്ല എനിക്ക് മോശം സ്വഭാവമാവണം, അല്ലേ? പക്ഷേ അങ്ങനെ ആയി പോവുകയാണ്. ദേഷ്യമില്ലാത്ത ആൾ ദേഷ്യക്കാരനായി പോവുകയാണ്. കോപമില്ലാത്തയാൾ കോപമുള്ള ആളായി മാറുകയാണ്. ദേഷ്യമില്ലാത്ത വീട്ടമ്മ ദേഷ്യമുള്ളവരായി മാറുന്നു. യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കുന്നത് ഇതിന് ഏറ്റവും പ്രധാന കാരണം നമ്മുടെ വീട് തന്നെയാണ്. നമ്മുടെ വീടിൻ്റെ നിർമ്മാണങ്ങളിൽ, വീടിൻ്റെ വശങ്ങൾ, വീടിൻ്റെ അതിരുകൾ, വീടിൻ്റെ വാതിലുകൾ, ഇവയാണ് ഇത് തരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്പം പോലും അവിശ്വസിക്കേണ്ടതില്ല. വ്യക്തികളുടെ സ്വഭാവത്തെ വളരെ ഗംഭീരമായിട്ടാണ് വീടുകൾ സ്വാധീനിക്കുന്നത്. നമുക്ക് ഓരോന്നെടുത്ത് നമുക്ക് നോക്കാം. ചില വീടുകളിൽ നമുക്കറിയാം, ചില വീടുകളിൽ ഭയങ്കര ദേഷ്യക്കാരാണ് ഉണ്ടാകുക. തുടർച്ചയായ ദേഷ്യങ്ങളും കലഹങ്ങളും ആ വീടിൻ്റെ മുഖമുദ്രയായിരിക്കും. പലരും അത് പുറത്ത് പറയുന്നുണ്ടാവില്ല, പക്ഷേ ആക്ച്വലി ആ വീട്ടിൽ അതായിരിക്കും സംഭവിക്കുക. എന്ത് കാരണമുണ്ടായാലും ദേഷ്യവും വഴക്കുമായിരിക്കും ആ വീടിൻ്റെ സ്ഥിതി. അതെന്തുകൊണ്ടായാ? വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും വരുന്ന വാതിലുകളോ തുറപ്പുകളോ തള്ളുകളോ കുഴികളോ ആണ് ഇതിന് കാരണം. തെക്ക് പടിഞ്ഞാറ് തുറന്നു കിടന്നാൽ തെക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും ഒരുപോലെ തുറന്നു കിടക്കുകയാണെങ്കിൽ അതൊരു വഴക്ക് വീട് തന്നെയായിരിക്കും. ഇനി വടക്ക് പടിഞ്ഞാറ് നിന്നാണ് നിങ്ങൾ വീട്ടിലോട്ട് കയറി വരുന്നതെങ്കിൽ, വടക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്നാണ് നിങ്ങൾ വീട്ടിലോട്ട് കയറി വരുന്നതെങ്കിൽ, അഥവാ വടക്ക് പടിഞ്ഞാറിലെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് നിർമ്മാണ വൈകല്യം വന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ സ്ത്രീകൾ ഭയങ്കര കോപിഷ്ഠകളായിരിക്കും. അവിടെ വഴി വേണമെന്നില്ല. ആ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കിണർ വന്നാലും മതി, ഒരു കുഴി വന്നാലും മതി. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കുഴി വന്നാലും മതി. സ്ത്രീകൾ ഭയങ്കര കോപിഷ്ഠകളായിരിക്കും. ഒരു വഴക്ക് വീടായിരിക്കും അവിടുത്തെ വീട്. ബന്ധങ്ങൾ തമ്മിൽ അത്തരപ്പെട്ടുകൊണ്ടേയിരിക്കും. വടക്ക് പടിഞ്ഞാറ് അങ്ങനെ തുറന്നിടാൻ പാടില്ല, തെക്ക് പടിഞ്ഞാറ് അങ്ങനെ തുറന്നിടാൻ പാടില്ല, തെക്ക് കിഴക്കും തുറന്നിടാൻ പാടില്ല. ഈ ഭാഗങ്ങളെ അടച്ചു വെച്ചുകൊണ്ട് വേണം നമ്മൾ നിർമ്മാണങ്ങൾ നടത്തുവാൻ. തെക്ക് കിഴക്ക് ഭാഗത്തിന് തെക്ക് കിഴക്ക് കയറ്റി വെച്ച് കൊടുക്കരുത്. തെക്ക് കിഴക്ക് ഭാഗത്ത് കയറ്റി വെക്കാൻ വേറെ മാർഗങ്ങളിൽ തെക്ക് കിഴക്കിൻ്റെ തെക്ക് വെച്ച് കൊടുക്കണം.
കിഴക്ക് വെച്ച് കൊടുക്കരുത്. കിഴക്കാവുമ്പോൾ അഗ്നിയാവും, തെക്കാവുമ്പോൾ അത് നേർതെക്കായി മാറും, ദോഷമില്ലാതായിത്തീരും. വീടിൻ്റെ തെക്ക് കിഴക്ക് വശത്തെ, വീടിൻ്റെ തെക്ക് വശത്തെ നിർമ്മാണ വൈകല്യങ്ങൾ, വീടിൻ്റെ തെക്ക് വശത്തെ നിർമ്മാണത്തിലുണ്ടായ അപാകങ്ങൾ, നിർമ്മാണത്തിലുണ്ടായ പോരായികകൾ വ്യക്തികളെ ദേഷ്യക്കാരാക്കും. വ്യക്തികളെ ദേഷ്യക്കാരാക്കുമെന്ന് മാത്രമല്ല, ആ ദേഷ്യം പലതരം നഷ്ടങ്ങൾക്ക് കാരണമാകും. ആ ദേഷ്യങ്ങൾ വ്യക്തിബന്ധങ്ങളെ ഇല്ലാതെയാക്കും. അവിടെ ചെറിയൊരു തുറപ്പോ, അവിടെ ഒരു വാതിലോ, തെക്ക് കിഴക്കൊരു വാതിലോ ഒരു വഴിയോ ഒക്കെ മതിയാവും. ഇനി എന്തിന്, ചില വീടുകളിൽ തെക്ക് കിഴക്ക് മൂല ചേർത്ത് ഫാഷന് വേണ്ടി ജനാല വെച്ചിട്ടുണ്ട്. തെക്ക് കിഴക്ക് മൂലയിൽ, തെക്ക് കിഴക്ക് ഭാഗത്തല്ല, തെക്ക് കിഴക്ക് ഭിത്തി വരുന്ന ഭാഗത്ത് ഒരു പ്രത്യേക ഫാഷന് വേണ്ടി ഒരുപാട് വീട് അങ്ങനെ ഉണ്ട്. ആ തെക്ക് കിഴക്ക് കോർണറിലൊരു ജനൽ വന്നാലും മതി, നല്ല ദേഷ്യക്കാരെ സൃഷ്ടിക്കും. നേർ തെക്കോട്ടും നേർ പടിഞ്ഞാറോട്ടും നേർ കിഴക്കോട്ടും നിർമ്മാണ വൈകല്യങ്ങൾ വന്നാൽ അവിടെയും വ്യക്തിയുടെ സ്വഭാവങ്ങളിൽ വലിയ 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 മാറ്റങ്ങൾ ഉണ്ടാകും. എന്തിന്, മതിലുകൾ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ട്, തെക്ക് പടിഞ്ഞാറ് മതിൽ, വടക്ക് പടിഞ്ഞാറ് മതിൽ, തെക്ക് കിഴക്കേ മതിൽ, മതിലുകളിലെ നിർമ്മാണത്തിലുണ്ടാകുന്ന പോരായികൾ പോലും ഇങ്ങനെ ബാധിക്കാറുണ്ട്. മതിലുകളുടെ നിർമ്മാണത്തിൽ എന്താ, ഇപ്പം തെക്ക് പടിഞ്ഞാറ് വെച്ചേക്കുന്ന മതിൽ വളഞ്ഞു പോയെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് മതിൽ വസ്തുവിന് വേണ്ടി ഒന്ന് വളച്ചെടുത്തു, ഒന്ന് ചരിച്ചെടുത്തു, വാഹനം കയറാൻ വേണ്ടി ചരിച്ചെടുത്തു, തെക്ക് കിഴക്ക് അങ്ങനെ ചരിച്ചെടുത്തു എന്നിരിക്കട്ടെ, അതും ഇതേപോലെ നിർമ്മാണ വൈകല്യങ്ങളിൽ പെടുന്നവയാണ്. അങ്ങനെ നിർമ്മാണ വൈകല്യങ്ങളിൽ പെട്ടുപോകാതെ നോക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യത. വീട് പുതുതായിട്ട് വെക്കുന്ന ആളുകൾ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിൽ വീട് വെച്ചിട്ടുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വ്യക്തിപ്രഭാവത്തെ അറിയാം. ഇത് പലപ്പോഴും ചിലയിടത്ത് ഇത് ഓരോരോ സിസ്റ്റം വെച്ചിട്ട് ഇതിന് പല മാറ്റങ്ങൾ പലയിടത്തും ഉണ്ടാവാം. ചിലയിടത്ത് വഴക്ക് അധികം വഴക്കല്ലെങ്കിൽ അധികം രോഗമായി മാറാറുള്ളത്. ചിലയിടത്ത് തെക്ക് കിഴക്ക് ഭാഗത്തുണ്ടാകുന്ന താഴ്ചയോ അല്ലെങ്കിൽ തെക്ക് കിഴക്കുണ്ടാകുന്ന വഴിയോ ഒക്കെ അടുത്ത തലമുറയില്ലാതെ കളയും. അവിടെ ഒരു 2-3 സഹോദരങ്ങളുണ്ടെങ്കിൽ ആദ്യം എഫക്റ്റ് ചെയ്യുന്ന ആദ്യത്തെ ആളെയാണ്, രണ്ടാമത്തെ ആളെ എഫക്റ്റ് ചെയ്യുള്ളൂ. ആദ്യത്തെ ആളിൽ ദോഷം വന്നങ്ങ് പോയിട്ട് കുറേ നാൾ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. വിവാഹം മുടങ്ങാം, മക്കളുണ്ടാകാതിരിക്കാം, അടുത്ത തലമുറ തന്നെ ഇല്ലാതെയാവാം, അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളുണ്ടാവാം. അപ്പോൾ പിന്നെ ഇതുകൂടാതെ വേറൊരു കാര്യമുണ്ട്. ഈ ചില വീടുകളിൽ ഈ വീടിൻ്റെ സ്ഥാനം കാണൽ, അല്ലെ വീടിന് കൊടുത്ത സ്ഥാനം വളരെ തെറ്റായി വരുമ്പോൾ ഈ 3 മൂലകളും തമ്മിൽ കാണാറുണ്ട്. അഥവാ ഈ 3 മൂലകളിലെയും ഉയരങ്ങൾ, ഇപ്പം നമുക്ക് ഒരു വീട്ടിൽ ഏറ്റവും ഉയരം വേണ്ടത്, മതിലായാലും വീടായാലും ഒരു വീടിൻ്റെ ഉയരത്തിൽ ഏറ്റവും ഉയർന്നിരിക്കേണ്ടത് തെക്ക് പടിഞ്ഞാറ് മൂലയാണ്. തെക്ക് പടിഞ്ഞാറ് കഴിഞ്ഞിട്ട് തെക്ക് കിഴക്ക് കഴിഞ്ഞിട്ട് വടക്ക് പടിഞ്ഞാറ് കഴിഞ്ഞിട്ട് ഏറ്റവും ഉയരം കുറയേണ്ട മൂലയാണ് വടക്ക് കിഴക്ക് ഭാഗം. ഇത് ഇങ്ങനെ അല്ലാതെ വന്നിട്ടുള്ള വീടുകളിലും ഈ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏത് ഭാഗത്താണോ നിർമ്മാണ വൈകല്യങ്ങൾ വരുന്നത് ആ ഭാഗത്തെ എനർജി അധികരിക്കുകയും അതാകും വീട്ടിൽ ഏറ്റവും വലിയ ഡോമിനൻസി കാണിക്കുക. വടക്ക് കിഴക്കാണ് വഴിയെങ്കിൽ, വീടിൻ്റെ വടക്ക് കിഴക്കാണ് വഴിയെങ്കിൽ, വടക്കിഴക്ക് മാത്രമാണ് വഴിയെങ്കിൽ അവിടെ താമസിക്കുന്ന ആളുകളുടെ സ്വഭാവത്തിൽ വളരെ നല്ല സ്വഭാവം വരുന്നത് കാണാം. ഇനി നിങ്ങൾക്ക് തന്നെ വാടകയ്ക്ക് താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ പലപ്പോഴും ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് പലതരം വാടക വീട്ടിൽ നിങ്ങൾ മാറി താമസിച്ച ആൾക്കാർ ഒരുപാടുണ്ടാവും. വാടക വീട്, നമ്മൾ ഏത് വീടാണോ നമ്മൾ താമസിക്കുന്ന ആ വീട് നമ്മളെ സ്വാധീനിക്കാറുണ്ട്. നമ്മുടെ പേരിൽ എവിടെ വസ്തു ഉണ്ടെങ്കിലും സ്വാധീനിക്കാറുണ്ട്. ഇത് വസ്തുവിനും ബാധകമാണ് കേട്ടോ, വീടിന് മാത്രമല്ല. ദൂരെ നിങ്ങൾ താമസിക്കുന്ന വസ്തു അല്ലാതെ വേറെ ദൂരെ പലയിടത്തും നിങ്ങൾ വസ്തു വാങ്ങിയിട്ടുണ്ടാവും. മക്കൾക്ക് വേണ്ടിയോ മക്കൾക്കോ ഒക്കെ വേണ്ടി നിങ്ങൾ വസ്തു വാങ്ങിയിടുമ്പോൾ അതൊക്കെ നിങ്ങളെ ബാധിക്കും. അത് ആളുടെ പേരിലാണെന്ന് മാത്രമല്ല, അച്ഛൻ്റെയും അമ്മയുടെയും പേരുള്ള എല്ലാ വസ്തുക്കളും അത് ഏത് ലോകത്തുണ്ടായാലും നിങ്ങളെ ബാധിക്കും. അത് മക്കളെയും ബാധിക്കും, തലമുറയും ബാധിക്കും.
വടക്ക് കിഴക്ക് ഭാഗത്ത് ഉള്ള നല്ല നിർമ്മാണങ്ങൾ, വടക്ക് കിഴക്ക് ഭാഗത്ത് വരുന്ന പ്രധാന ഗേറ്റുകൾ, പ്രധാന വഴികൾ ഒക്കെ വ്യക്തിയുടെ സ്വഭാവങ്ങളെ നല്ലതാക്കി മാറ്റുന്നതാണ്. കലഹങ്ങൾ ഒഴിവാകും. ആരോഗ്യം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പോകും. ആരോഗ്യം വടക്ക് കിഴക്ക് ഭാഗത്തെ നിർമ്മാണ വൈകല്യങ്ങൾ ബന്ധങ്ങളെ ഇല്ലാതെയാക്കും, ത്വക്ക് രോഗങ്ങൾ തരും. അപ്പോൾ ഈ സ്വഭാവ മഹിമ, വ്യക്തിയുടെ സ്വഭാവ മഹിമ വളരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വീട് തന്നെയാണ്. വടക്ക് കിഴക്ക് ഭാഗത്തെ വാതിലുകൾ, വടക്ക് കിഴക്ക് ഭാഗത്തെ ജനാലകൾ ഒക്കെ അഥവാ വരുമാനത്തിനൊപ്പം നല്ല സ്വഭാവം കൂടിയാണ് തരിക. എപ്പോഴും നല്ല സൈലൻ്റ് സ്വഭാവമുള്ള ആളുകളായിരിക്കും അവിടെ ഉണ്ടാകുക. ഒരാൾക്ക് പോലും ദ്രോഹം വരണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകളായിരിക്കാം. എന്നാൽ ഈ വടക്ക് കിഴക്ക് ഭാഗം തുറക്കുകയും തെക്ക് കിഴക്ക് ഭാഗത്തുണ്ടാകുകയും റോഡ് തെക്ക് വശത്തു കൂടി പോകുക, എന്നിട്ട് തെക്ക് കിഴക്ക് ഭാഗം റോഡ് വളർന്ന് കിഴക്കോട്ട് പോവുകയും ചെയ്താൽ ഈ ഫലം ഉണ്ടാവില്ല. ദേശീയക്കാരും വഴക്കാളികളുമായിരിക്കും അവിടെ ഉണ്ടാകുക. വടക്ക് കിഴക്ക് ഭാഗം തുറന്നിട്ടതുകൊണ്ട് ഞങ്ങൾക്ക് ശരിയായില്ലെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾ തുറന്നിറങ്ങാം, പക്ഷേ വടക്ക് കിഴക്ക് ഭാഗത്തിനൊപ്പം തെക്ക് ഭാഗത്ത് റോഡ് വരികയും തെക്ക് കിഴക്ക് റോഡ് കിഴക്കോട്ട് വളർന്നു പോവുകയും ചെയ്യുമ്പോൾ തെക്ക് കിഴക്ക് അഗ്നിയാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? രോഗാവസ്ഥകൾ കൂടിക്കൊണ്ടേയിരിക്കും. തെക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നി രോഗാവസ്ഥ കൂടുകയും ചെയ്യും, മനസാക്ഷി ഇല്ലാത്ത ആളുകളായി മാറുകയും ചെയ്യും. മനസാക്ഷി എന്ന് പറയുന്നത് എന്താ? മനുഷ്യന് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട ഒന്നാണ് മനസാക്ഷി. നമ്മൾ എത്രയോ ആളുകളെയാണ് കാണുക. അവർക്ക് എന്തുകൊണ്ട് ഈ മനസാക്ഷി ഇല്ലാതായിരിക്കും? അവരുടെ വീട്ടിലെ ആ നിർമ്മാണ വൈകല്യങ്ങൾ തന്നെയാണ്. തെക്ക് കിഴക്ക് ഭാഗത്തും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും തുറന്നു കിടക്കുന്ന ആളുകൾക്ക് അത്തരം ആ നിർമ്മാണ വൈകല്യങ്ങൾ ഈ മനസാക്ഷിയെ കെടുത്തി കളയാറുണ്ട്, നല്ലതിനെ കെടുത്തി കളയാറുണ്ട്. സമൂഹത്തിനെ അവർ സേവിക്കുകയല്ല, അല്ലെങ്കിൽ ആളുകളെ അവർ സേവിക്കുകയല്ല, മറിച്ച് ആളുകളെ എങ്ങനെ ദ്രോഹിക്കാൻ കഴിയുമോ അങ്ങനെ ദ്രോഹിക്കുന്നവരായിരിക്കാം. അങ്ങനെ അങ്ങ് ആയി പോവുകയാണ് അവർ. അപ്പോൾ ഈ നിർമ്മാണ വൈകല്യങ്ങൾ നിങ്ങൾക്കൊക്കെ പരിശോധിക്കാം. നിങ്ങളുടെ വീട്ടിലൊക്കെ വീടിൻ്റെ പ്രധാന വാതിലിൽ, വീടിൻ്റെ മൂലകളിൽ, മതിലുകളിൽ ഒക്കെ വന്നേക്കുന്ന നിർമ്മാണ വൈകല്യങ്ങൾ ഇത്തരത്തിൽ വന്നിട്ടുള്ളതാകാം. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അപ്പോൾ വ്യക്തികളുടെ സ്വഭാവങ്ങളിൽ ഏറ്റവും വലുതായി സ്വാധീനിക്കുന്ന ഘടകം നമ്മുടെ വീട് തന്നെയാണ്. നമ്മുടെ വസ്തുക്കളാണ്, നമ്മുടെ പേരുള്ള വസ്തുക്കളാണ്. നമ്മുടെ പേരുള്ള വസ്തുക്കൾ നിങ്ങൾ ഒരുപക്ഷെ എന്നോട് പലരും വിളിച്ചു ചോദിക്കാറുണ്ട്, എനിക്ക് കുറച്ച് വസ്തു അങ്ങ് പൂനെയിലുണ്ട്, അതെന്നെ ബാധിക്കുമോ? അങ്ങനെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ബാധിക്കും. അവിടെ നിർമ്മാണ വൈകല്യങ്ങളും ആ വസ്തുവിൻ്റെയും എനർജി നിങ്ങളെ സ്വാധീനിക്കാറുണ്ട്. നിങ്ങളുടെ പേരിൽ എവിടെ വസ്തു ഉണ്ടായാലും അത് നിങ്ങളെയും ബാധിക്കും, നിങ്ങളുടെ മക്കളെയും ബാധിക്കും. അതിൽ യാതൊരു മാറ്റവുമില്ല. നിങ്ങളുടെ മക്കളുടെ പേരിലാണ് വസ്തു ഉള്ളെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അവരെ തന്നെയായിരിക്കും ബാധിക്കുക, നിങ്ങളെ ബാധിക്കില്ല. അച്ഛൻ്റെ അമ്മയുടെ പേരുള്ള വസ്തുക്കൾ മക്കളെ വളരെ വളരെ സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ സ്വഭാവങ്ങളിലുണ്ടാകും നല്ല രീതിയിലുള്ള നിർമ്മാണം നടത്തുന്ന വീടുകളിൽ നല്ല സ്വഭാവക്കാരെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഉദാഹരണം പറയാം. ഞാൻ ചെയ്തൊരു കാര്യം പറയാം. വളരെ വലിയ സ്വഭാവ ദൂഷ്യമുണ്ടായിരുന്ന ഒരാൾ, അവർ നല്ല വ്യക്തിയായിരുന്നു, പക്ഷെ ഒരു വീട് വെച്ച് കഴിഞ്ഞപ്പോൾ വളരെ വലിയ സ്വഭാവ ദൂഷ്യമുള്ളൊരു ക്രിമിനലായി മാറിയ ഒരാളെ അവിടുന്ന് മാറ്റി വേറെടുത്തുകൊണ്ട് പാർപ്പിച്ചപ്പോൾ ഏറ്റവും നല്ല വ്യക്തിയായിട്ടുണ്ട്. ഈ പറയുന്നതിൽ ഒരു വാക്ക് പോലും തെറ്റല്ല, സത്യസന്ധമായ വാക്കാണ്. ഈ വീഡിയോ ഇപ്പോൾ അദ്ദേഹം കേൾക്കുന്നുണ്ടാവും. ആ മാറ്റങ്ങൾ അദ്ദേഹത്തിന് അറിയാം. അങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ ആ വീട്ടിലെ നിർമ്മാണ ദോഷങ്ങൾ, നിർമ്മാണ വൈകല്യങ്ങളാണ് നമ്മളെ ക്രമപ്പെടുത്തുന്നത്, നമ്മളെന്ന വ്യക്തിയെ രൂപീകരിച്ചെടുക്കുന്നത്, നമ്മളെ പവർഫുള്ളാക്കുന്നത്, നമ്മളെ പവർലെസ് ആക്കുന്നത്, നമ്മളെ ശക്തിയുള്ളവരാക്കുന്നത്, നമ്മളെ ആത്മബോധമുള്ളവരും സമൂഹത്തെ സഹായിക്കാനുള്ള മനസ്സുള്ളവരുമാക്കുന്നത്, സത്യസന്ധരാക്കുന്നത്, നിഷ്കളങ്കരാക്കുന്നത് ഒക്കെ നമ്മുടെ വീടാണ്. നമ്മുടെ വീട്ടിലെ മോശം നിർമ്മാണ പ്രവർത്തനങ്ങളാണ്, വസ്തുവിൻ്റെ മോശം കിടപ്പാണ് നമ്മളെയൊക്കെ സ്വഭാവങ്ങളിൽ സൃഷ്ടിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾക്ക് തന്നെ ഇത് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഞാൻ ഈ പറയുന്ന വിജ്ഞാനങ്ങൾ നിങ്ങൾ വിശ്വസിക്കേണ്ടത്
നിങ്ങളുടെ അനുഭവം മാത്രം എടുത്തായിരിക്കണം ഞാൻ പറയുന്നതല്ല വിശ്വസിക്കേണ്ടത്. നിങ്ങളുടെ അനുഭവങ്ങൾ മാത്രം എടുത്തിട്ട് ഞാൻ ഈ പറയുന്നതിനെ നിങ്ങൾ വിശ്വസിക്കാവൂ. അപ്പോൾ എല്ലാവരും ഈ വിജ്ഞാനം കൂടി സ്വീകരിക്കുക. അടുത്ത ഒരു വീട്ടിൽ വരുന്നത് എല്ലാവർക്കും നന്ദി, നമസ്കാരം.